കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റം കേവലം യാദൃച്ഛികമല്ലെന്നും അത് നൂറ്റാണ്ടുകൾ നീണ്ട നവോത്ഥാന പോരാട്ടങ്ങളുടെയും ആദ്യകാല ഇടതുപക്ഷ സർക്കാരുകളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളുടെയും ഫലമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആധുനിക കേരളത്തിന്റെ അടിത്തറ പാകിയത് 1957 ആദ്യ EMS സർക്കാരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ സാധ്യതകൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വെട്ടിത്തുറന്ന പാതയിലൂടെയുള്ള സഞ്ചാരത്തിന്റെ പിന്തുടർച്ചയാണ്. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തകർത്ത എല്ലാവർക്കും അറിവ് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യ കേരളം മുന്നോട്ട് പോയത്. ഐക്യ കേരളം രൂപീകൃതമായതിനു പിന്നാലെ അധികാരത്തിൽ വന്ന EMS സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് വിദ്യാഭ്യാസ രംഗത്തായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വിദ്യാലയങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുത്തത് ആ സർക്കാരിന്റെ വിപ്ലവകരമായ ഇടപെടലുകളിലൂടെയാണ്. നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വലമായ അധ്യായങ്ങൾ മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ഊരുട്ടമ്പലം സ്കൂളിൽ പഠിക്കാൻ ചെന്ന പഞ്ചമി എന്ന കുട്ടിയെ ജാതിയുടെ പേരിൽ സവർക്ക മേധാവികൾ തടഞ്ഞ സംഭവം അദ്ദേഹം വികാരധീനനായി അനുസ്മരിച്ചു. പഞ്ചമിയെ സ്കൂളിൽ കയറ്റിലെന്ന സവർണ നിലപാടിനെതിരെ മഹാനായ അയ്യങ്കാളി നടത്തിയ പോരാട്ടം കേരള ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവാണ്. കുട്ടിയെ കൈപിടിച്ച് അദ്ദേഹം സ്കൂളിലേക്ക് നടന്നു. ആ വിദ്യാലയത്തിലെ ബെഞ്ചുകൾക്ക് സവർണർ തീയിട്ട ക്രൂരതയും മുഖ്യമന്ത്രി വിവരിച്ചു. ഇത്തരത്തിലുള്ള കടുത്ത വിവേചനങ്ങളെ അതിജീവിച്ചാണ് കേരളം ഇന്നത്തെ നിലയിലേക്ക് വളർന്നത്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ നവോത്ഥാന മൂല്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ സാമൂഹിക മാറ്റം സാധ്യമാക്കിയത്. 3 കഷണങ്ങളായി കിടന്നിരുന്ന നാട് ഐക്യ കേരളമായി മാറിയത് വലിയ പോരാട്ടങ്ങളിലൂടെയാണ്. ആധുനിക കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേഗത കൂട്ടിയ പല നടപടികളും സ്വീകരിച്ചത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യവൽക്കരണമായിരുന്നു ആ സർക്കാരിന്റെ മുഖമുദ്ര. സാധാരണക്കാരുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ വ്യാപകമായി സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു. വിദ്യാഭ്യാസ ബില്ലിലൂടെ അധ്യാപകരുടെ അവകാശങ്ങളും ഉറപ്പാക്കി. പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസങ്ങൾ കേരളത്തിൽ സൗജന്യമാക്കിയത് മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാരുകളാണ്. സാമ്പത്തിക പ്രയാസം കാരണം ഒരു കുട്ടിയുടെയും പഠനം മുടങ്ങരുത് എന്ന നിർബന്ധം സർക്കാരിനുണ്ടായിരുന്നു. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരുമിച്ച് പഠിച്ചു വളരുന്ന സംസ്കാരമാണ് നമ്മുടേത്. ജാതി മതവും നോക്കാതെ സഹപാഠികളെ സഹോദരങ്ങളായി കാണാൻ ഓരോ കുട്ടിയും പഠിക്കുന്നത് ഇത്തരം പൊതുവിദ്യാലയങ്ങളിൽ നിന്നാണ്. സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഈ അന്തരീക്ഷം തകർക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. വിദ്വേഷത്തിന്റെയും പകയുടെയും വിഷവിത്തുകൾ പാകാനാണ് അവരുടെ ശ്രമം. കേരളത്തിന്റെ മണ്ണിൽ അത്തരം വിദ്വേഷ രാഷ്ട്രീയത്തിന് വലിയ ഇടം ലഭിക്കുന്നില്ല എന്നത് ആശ്വാസകരമാണ്. എങ്കിലും ഇത്തരം ശക്തികൾ തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കാതെ വലിയ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവി തലമുറ ഈ അപകടത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നാടിന്റെ മതനിരപേക്ഷത തകർക്കാൻ വരുന്നവരെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും കുട്ടികൾക്ക് കഴിയണം. നാടിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ വലിയ ശ്രദ്ധ ചെലുത്തണം. ജാഗ്രതയില്ലാത്ത ഒരു നിമിഷം മതി നാടിന്റെ തനിമ നശിപ്പിക്കാൻ. അതുകൊണ്ട് വിദ്യാർത്ഥികൾ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി വളരണം. ഇന്നത്തെ കാലത്ത് നാടിനെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നുണപ്രചാരണങ്ങളിലൂടെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. മാറി വരുന്ന കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നൂതനമായ മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ കുതിച്ചുചാട്ടത്തിനാണ് കേരളം ലക്ഷ്യമിടുന്നത്. നവോത്ഥാനത്തിന്റെ വെളിച്ചം വരും തലമുറയിലേക്കും പകരുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. വിദ്വേഷമില്ലാത്ത അറിവുള്ള ഒരു സമൂഹം വളർന്നു വരണമെന്ന് മുഖ്യമന്ത്രി പ്രസംഗം ഉപസംഹരിച്ചുകൊണ്ട് പറഞ്ഞു.